നല്ല ശീലങ്ങളൊക്കെ ആയിട്ട്. അല്ല, നിന്റെ ഈ ഇരിപ്പ് കണ്ടിട്ട് അങ്ങ് തൊഴുതു പോയതാ. ഓഫ് ചെയ്യടി. എടി എന്റെ സൗണ്ട് കുറയ്ക്കാൻ. കുറച്ച് ഓഫ് ചെയ്ത്. ആ, കാലത്തെ മേക്കപ്പ് ഇട്ടേ കയ്യിൽ ഈ കുന്തോം വെച്ചോണ്ട് ഇവിടെ നിന്ന് ഇരുന്നാ മതിയോ? വല്ലതും കഴിക്കണ്ടായോ? രാവിലെ ഉള്ളത് പിന്നെ ഞാൻ ഉണ്ടാക്കി വെച്ചെന്ന് പറയാം. ഉച്ചക്കാലത്തേക്കോ എന്നെ കൊണ്ടൊന്നും ഉണ്ടാക്കാൻ നോക്കത്തില്ല. പോയി അടുക്കളയിൽ കാട്ടി. അത്രേ ഉള്ളോ? എന്റെ അമ്മ എന്തുമാത്രം സമയം കിടക്കുന്നു. ഇനി പിള്ളേർ സ്കൂളിൽ പോലും പോയിട്ടില്ല. യാതൊരു പണിയില്ലാതെ ഇവിടെ കുത്തിയിരിക്കുന്നത് നിന്റെ ഭർത്താവില്ലേ? അവന്റെ വയറ്റിൽ കോഴിക്കുഞ്ഞുണ്ട്. ഇച്ചിരി കഴിയുമ്പോ വരും പാത്രം തുറന്നു നോക്കാൻ. വല്ലതും ഉണ്ടോ അമ്മേന്ന് ചോദിച്ചത്? അമ്മേ, മനുഷ്യനെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്തത് കേട്ടോ. ഞാനേ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാ, വാട്ടർ അതോറിറ്റിയിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനാ. നിങ്ങളുടെ കൂട്ടേ അടുക്കള നിറങ്ങിയതല്ല. അഹങ്കാരത്തിന്റെ കാരണം മിണ്ടിപ്പോരുത്. രണ്ടാക്കും എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചൂടെ? ഇത് ഞങ്ങൾ അങ്ങോട്ട് ചോദിക്കണ്ട. അതിന്റെ അടുക്കല്ലേ എപ്പോ നോക്കിയാലും വഴക്ക്. കൺട്രി ഫെലോസ്. എന്റെ ഭാര്യ അമ്മയാണെന്ന് പറയാൻ തന്നെ എനിക്ക് നാണക്കേടാ. അതുകൊണ്ട് തന്നെ ഞാൻ ആരെയും നിങ്ങളെ പരിചയപ്പെടുത്താം. മമ്മി കളിക്കല്ലേ? അത് ഞാനേ ഈ ഔദ്യോഗിക വേഷം ധരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഓഫീസിൽ പോകാൻ നേരം അങ്ങനെയാന്ന് പറഞ്ഞ. ഓ, അത് ശരി. വല്ലപ്പോഴും ഒന്ന് ഓഫീസിൽ പോകുന്നതിന്റെ ഗമയായി കാണിക്കുന്നത്. അങ്ങനെ പറയരുത്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥനോട് ഒരു വീട്ടമ്മ അങ്ങനെ പറയരുത്. അർജുനേട്ടാ, ഈ വാർത്ത കേട്ടപ്പോ എന്റെ കണ്ണ് നിറയുന്നു. കണ്ണു ഒന്നും നിറയണ്ട. രണ്ടുപേരുടെ എന്തെങ്കിലും ജോലിക്ക് വന്നു. മമ്മി, എന്റെ വാട്ടർ ബോട്ടിൽ ഉണ്ടോ? അയ്യേ, ഇപ്പോഴും വാട്ടർ ബോട്ടിലും ഒക്കെ ആയിട്ടാണോ സ്കൂളിൽ പോന്നേ? പിന്നെ എന്റെ കൊച്ചിന് വെള്ളം കുടിക്കണ്ടേ? ഒരെല്ലാം പോയി നോക്കണം. അവിടെ ഒന്നും ഇല്ലെന്ന്. ഇതാണോ നിന്റെ വാട്ടർ ബോട്ടിൽ? അയ്യോ, ഇല്ല കുഞ്ഞ്, ഇപ്പോഴും വാട്ടർ ബോട്ടിലൊക്കെ ആയിട്ടാണ് ഓഫീസിൽ പോകുന്നേ. പിന്നെ കുഞ്ഞിന് വെള്ളം കുടിക്കണ്ടായോടി? അതിങ്ങ താടാടി. താടാടിയോ? കത്തില്ല. ഞാൻ വേറെ കുപ്പി തരാന്ന്. അയ്യോ, പിന്നെ അവന് വെള്ളം കുടിക്കണ്ടായോ? കുപ്പി കൊടുക്കാൻ ഈ വാട്ടർ ബോട്ടിൽ നാണമില്ലേ? വേണ്ട, ഞാൻ കഷായം വാങ്ങിച്ച കുപ്പി അകത്തുണ്ട്. അത് പോയി കഴുകി എടുത്ത് വെള്ളം എടുത്തോട്ട് പോകും. അത് അച്ഛമ്മ കുടിച്ചാ മതി. എനിക്കൊന്നും വേണ്ട. ഞാൻ പോകുന്ന വഴിക്ക് മിനറൽ വാട്ടർ വാങ്ങി കുടിച്ചോളാം. എന്തായാലും അർജുനേട്ടൻ ഓഫീസിൽ പോയല്ലോ അമ്മേ. അതെ, അവൻ പെട്ടെന്ന് ഓഫീസിൽ പോകാൻ എന്തെങ്കിലും ഒരു കാരണം കാണുമല്ലോ, ഇല്ലെങ്കിൽ പോകത്തില്ലല്ലോ. നമസ്കാരം. നിങ്ങളാരാ? നമ്മളാരാ? അല്ല, നിങ്ങളാരാ? ഞാൻ ഇവിടുത്തെ ഉദ്യോഗസ്ഥൻ ചെല്ലപ്പൻ, യൂണിയന്റെ നേതാവുക. വെള്ളം കിട്ടാത്ത കാര്യമാണെങ്കിൽ ലോനപ്പം വരട്ടെ, അയാൾ ഇന്ന് ലീവില്ല. ഈ ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനെ തുടങ്ങിയാലേ സമൂഹം എന്ത് ചെയ്യും? എപ്പോഴും ലീവ്. വെള്ളം എന്ന് പറഞ്ഞാലേ മനുഷ്യന് ഏറ്റവും അത്യാവശ്യപ്പെട്ട ഒരു കാര്യമാണ്. ഈ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് ഇങ്ങനെ നടന്നാലേ സാധാരണക്കാരെ വളരെ വിഷമിക്കും. നിങ്ങളൊക്കെ പുതിയ ആൾക്കാരാ. പണ്ടത്തെല്ലാം ട്രാൻസ്ഫർ ആയിപ്പോയി. പിന്നെ ഞാൻ ഇവിടുത്തെ സ്റ്റാഫാ. പേര് അർജുനൻ, മഹാകവി അർജുനൻ എന്ന് കേട്ട് കാണും. ഇപ്പൊ പിന്നെ കുറച്ചു കാലമായിട്ട് ലീവാ. നിങ്ങളെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. കണ്ടതിലേ വളരെ സന്തോഷം. അല്ല, അതിനെന്തിനാ സന്തോഷിക്കുന്നേ? ഉണ്ട് മാധവോ, യൂണിയന്റെ സംസ്ഥാന സമ്മേളനം നടക്കുക. പിരിവ് വേണം. എത്ര രൂപ വേണം? 500 രൂപ വേണം. 5 രൂപ ഞാൻ തരത്തില്ല. ഓ, അഹങ്കാരം. ഇതിന് താൻ അനുഭവിക്കും. കൈ കാശില്ലാത്തോണ്ടല്ലയോ. ഞാനേ ജോലിക്ക് ജോയിൻ ചെയ്യാൻ വന്നൊന്നും അല്ല. പിന്നെ ഞാൻ പണ്ട് ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്തേ ഞാൻ എഴുതിയ 2-3 കവിതകളും 3-4 പുസ്തകമൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് എടുക്കാൻ വേണ്ടി വന്നതാ. അപ്പൊ കവിത എഴുത്തും പുസ്തകം വായനയൊക്കെ ആയിരുന്നു. കലാകാരനായി പോയില്ലയോ നേതാവേ? സമൂഹത്തിന് വേണ്ടി മനസ്സ് ഉണ്ടാക്കുന്നു, അത്രേ ഉള്ളൂ. ഇപ്പൊ ഇതൊക്കെ എന്തിനാ തപ്പിയെടുക്കുന്നേ? അതെ, മത്തായി മെമ്മോറിയൽ അവാർഡിന് അയക്കാനാ. വീട്ടിലിരുന്നാൽ വീട്ടുകാരൊന്നും എഴുതാൻ സമ്മതിക്കത്തില്ല. എന്നാ ഞാൻ പോട്ടെ, പിന്നെ കാണാം.
അന്ന് തന്നെ പെരിച്ചാഴികൾ എന്ന എൻ്റെ കവിത ഞാൻ അവാർഡിന് അയച്ചു. 1 മാസം കഴിഞ്ഞ് കാണും. ഏതു മനുഷ്യൻ്റെയും ജീവിതത്തിലെ വൃത്തികെട്ട ദിവസമായ 1-ാം തീയതി എന്നെ തേടി ഒരു സന്തോഷ വാർത്തയെത്തി. എനിക്ക് ഡോക്ടർ മത്തായി മെമ്മോറിയൽ അവാർഡ് കിട്ടിയിരിക്കുന്നു. കാട്ടുതീ പോലെ ആ വാർത്ത നാട്ടിൽ പരന്നു. ഡാഡി ഡാഡി ഡാ, എടാ, അങ്ങോട്ട് എഴുന്നേക്കടാ. മോനെ, എവിടെ ഇങ്ങനെ തീ തീറ്റിക്കല്ലേ? ഒന്ന് എഴുന്നേക്കടാ. ഡാഡി ഡാ, എഴുന്നേക്ക് മക്കളെ. മോനെ, അർജുന. അയ്യോ, എന്റെ ദൈവമേ. ഇതെന്താ ബൊക്ക വാങ്ങിച്ചത് അബദ്ധമായോ? റീത്ത് വാങ്ങിച്ചാ മതിയായിരുന്നല്ലേ? കരുനാക്ക് വളച്ചൊന്നും പറയാതെടാ. പിന്നെ ഇത് കണ്ട എങ്ങനെ പറയാതിരിക്കും? മഹാകവി അർജുനെ ഒന്ന് അനുമോദിക്കാൻ വന്നതാ ഞാൻ. എപ്പോഴായിരുന്നു അമ്മച്ചി ഇത് സംഭവിച്ചത്? ഛീ, നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. അറിയപ്പെടാണ്ടതാ. എന്റെ മോനെ, ഈ വെള്ളം ഒന്ന് കുടിക്കടാ. ഇതുണ്ടോ നല്ല പരിവേഷം. കൊണ്ടുപോയി ഉടങ്ങാനും വെക്കടാ. ഒന്ന് വിളിയടാ, വെക്കാനുള്ള സ്ഥലമില്ല. ഇനി പറ, എന്താ സംഭവിച്ചത്? ഡാഡിക്ക് അവാർഡ് കിട്ടിയ വിവരം അറിഞ്ഞ് ബോധം കെട്ട് വീണതാ. ഓ, സ്ഥിരം വരാറുള്ളത്. ഇടയ്ക്കിടയ്ക്ക് ഉണരും, എന്നിട്ട് കവിതയുടെ കുറച്ച് വരി പാടും, ഓ, പക്ഷേ എന്നിട്ട് പിന്നെയും വീഴും. ആണോ? അമ്മ നമുക്ക് അർജുനേട്ടനെ ആശുപത്രി കൊണ്ടുപോകാം. കൊണ്ടുപോ, അമ്മ പിടി. അർജുനേട്ടാ, അർജുൻ ചേട്ടാ അമ്മയുടെ കൂട്ടുകാരൻ കമലാസന വന്നിരിക്കുന്നത്. എനിക്ക് പിന്നെ അച്ഛമ്മ വിളിച്ചിട്ട് എഴുന്നേക്കുന്നില്ല, പിന്നല്ലേ കമലാസനങ്ങള്. ഇനി തിളച്ച ചൂടുവെള്ളം കുറച്ച് മുഖത്തേക്ക് ഒഴിക്കുവാണെങ്കിൽ ചിലപ്പോൾ രക്ഷ കാണും. ആഹാ, നിന്റെ മുഖത്തോടിക്കാട്ടോ ചൂടുവെള്ളം. അറിയപ്പെടാടുന്ന. പക്ഷെ എന്നാലും ഇതിങ്ങനെ എണീക്കുന്ന കാണാൻ ഞാൻ എങ്ങനെ പോകും? ഞാൻ അവസാനമായിട്ട് ഒരൊറ്റ ശ്രമം കൂടെ ശ്രമിച്ചു നോക്കട്ടെ. അർജുൻ ചേട്ടാ ബാറിൽ പോയി 2 അടിച്ചിട്ട് വരാം, പെട്ടെന്ന് എണീര്. ഞാൻ പെരിച്ചാഴി അലമാരയുടെ ആമാശയത്തിൽ കൈകടത്തി ആശയുടെ വേരുകൾ തേടുന്നവൻ. ഫയൽ കരണ്ടു നടക്കും ഞാൻ പെരിച്ചാഴി, ഞാൻ പെരിച്ചാഴി. ദൈവമേ, ഞാൻ ഇനിയിപ്പോ എന്തു ചെയ്യുന്നു? എനിക്ക് വയ്യ. എന്റെ കുഞ്ഞെ, നീ ഒന്ന് എഴുന്നേക്ക്. നമുക്കൊരു കാര്യം ചെയ്യാം, ആശുപത്രി കൊണ്ടോ, ഇനി അതേ രക്ഷയുള്ളൂ. എന്റെ കുഞ്ഞുമോനെ. അർജുനേട്ടാ, സർക്കാരിന്റെ കൈകാലുകളില്ലാത്ത പ്രതിരൂപങ്ങൾ, പുകവലിയും ചായകുടിയും പിന്നെ ഉച്ചയൂണും, വെടിപറച്ചിലും പിന്നെ ചായകുടിയും, പെരിച്ചാഴികൾ. ഇതാരാ ഈ പെരിച്ചാഴിന്ന് വിളിക്കുന്നേ? സർക്കാരിനെ, വാട്ടർ അതോറിറ്റി ജീവനക്കാരെ, എന്തായാലും കവിത കലക്കി. ആ അവാർഡ് കൈനീട്ട് വാങ്ങാൻ ഈ മകന് യോഗം ഇല്ലാതായി പോവല്ലോ അമ്മേ. അർജുനേട്ടാ, എനിക്ക് അർജുനേട്ടാ കുറച്ച് നേരമായി. ഞങ്ങളുടെ ഇങ്ങനെ വിഷമിപ്പിക്കരുതേ. എഴുന്നേക്ക്. എടുത്തിരുന്നേ. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അയ്യോ, ഇതിന് 50 രൂപയേ ഉള്ളൂ. എടാ, അതല്ല അവാർഡ്. ഓ, അത് എന്നാലും എന്റെ പൊന്നു മോനെ, നീ ഞങ്ങളെ അങ്ങ് വിഷമിപ്പിച്ച് കളഞ്ഞല്ലോ. അതെ. അർജുൻ ചേട്ടാ കൈ കൊടുത്തേ. കൺഗ്രാജുലേഷൻ. പുള്ളിക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെ ഒരു സന്തോഷ വാർത്തയും കൂടി അറിയിക്കാനാണ് ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. ഒരു സ്വീകരണം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ, സ്വീകരണമൊന്നും വേണ്ട. ഇനി അതിന്റെ പേരിൽ അവന് പൈസ അടിച്ചു മാറ്റാനാ. അത് തന്നെ. അയ്യോ, അതിന്റെ സ്വീകരണം ഇവിടെയല്ല, അങ്ങ് ജന്മനാട്ടില്. എവിടെ? പൊന്നോട്ട് കരയാ? ആ, പൊന്നോട്ടുകരയില്. എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ പിന്നെ സുധരണം കൊടുക്കുന്നത്. അയ്യോ, ടിവിയിൽ അവാർഡ് ന്യൂസ് ഫ്ലാഷ് ചെയ്തപ്പോഴേ അവരെന്നെ വിളിച്ച് വിവരം പറഞ്ഞില്ലേ? ആ, ഞങ്ങളുടെ പാർട്ടിയുടെ ബ്രാഞ്ച് അവിടെ ഉണ്ടല്ലോ, അവരാണ് സ്വീകരണം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എന്നെ നേരിട്ട് വിളിക്കാതെ ഞാൻ ആ പരിപാടി പങ്കെടുക്കത്തില്ല. എന്തായാലും എന്റെ മോന്റെ സമയം തെളിഞ്ഞെന്നാ തോന്നുന്നു. ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു. എന്റെ ഈ കാറൊക്കെ മാറാറായി, പുതിയ ഒരെണ്ണം മേടിക്കണം. ഇത് തന്നെ സിസിക്കാരെപ്പോഴാ കൊണ്ടുപോകുന്നതെന്ന് അറിയത്തില്ല. അല്ല, കാശൊന്നും അടയ്ക്കാറില്ലല്ലോ. എടാ, എങ്കിലും പുതിയ കാറ് മേടിക്കുന്നതേ ഒരു വെയിറ്റ് തന്നെ. കൂടെ പഠിക്കുന്നവരുടെ മുമ്പിൽ ഒന്ന് ഷൈൻ ചെയ്യാലോ. ഇത് കഴിഞ്ഞില്ലേ ഇതുവരെ? മാറ്റി പിടിക്കണി. മമ്മി, മീനാക്ഷി പറയുവാ നമുക്ക് പുതിയൊരു കാറ് വാങ്ങാമെന്ന്. ആ, ആദ്യം നിങ്ങളുടെ ഡാഡിയോടെ മര്യാദയ്ക്ക് ജോലിക്ക് പോകാൻ പറ. എന്റെ മമ്മി, കാറ് വാങ്ങിക്കാൻ ജോലിക്കൊന്നും പോകണ്ട. കുറച്ച് കാശ് അടച്ച് ലോണിന് അപേക്ഷിക്കുക. എന്നിട്ട് ലോൺ അടയ്ക്കാതെ വരുമ്പോ അവര് കാർ ജപ്തി ചെയ്തോണ്ട് പോകും. അപ്പൊ നമുക്കൊരു നഷ്ടവും ഇല്ലല്ലോ. എന്ത് തലതിരിഞ്ഞ ബുദ്ധി. അല്ല, കുറെ നാൾ കഴിഞ്ഞ് നമ്മൾ ഡാഡിയുടെ നാട്ടിലേക്കൊക്കെ പോവല്ലേ, അപ്പൊ പുതിയ കാറിലൊക്കെ പോയില്ലെങ്കിൽ ഒരു വെയിറ്റും ഉണ്ടാവത്തില്ല. നമ്മൾ വലിയ പൊസിഷനിലാന്നൊക്കെ അവരെ അറിയിക്കണം. അതിന് നമ്മൾ വലിയ കാറിലൊക്കെ പോണ്ടേ, അല്ലെങ്കിൽ അവര് വിചാരിക്കും നമ്മളേതോ നക്കാപ്പിച്ച കുടുംബമാണ്. എന്ന് വെച്ചാ കാശിന് കൊള്ളാത്ത കവിയാന്ന്. എന്നാലും കുറച്ച് കാശൊക്കെ നമ്മുടെ കയ്യിൽ വേണ്ടേ?
എന്റെ മമ്മി അത് നമുക്ക് അച്ഛമ്മയെ സോപ്പിട്ട് അച്ഛമ്മ തരും. അച്ഛമ്മയെ മുൻ സീറ്റ് ഇരുത്താന്ന് പറഞ്ഞാ മതി. അപ്പൊ ഞാനിവിടെ ഇരിക്കും. അയ്യോ എന്റെ മമ്മി കാറ് വാങ്ങിക്കുന്നവരെ ഇങ്ങനെയൊക്കെ പറയണം. എന്നിട്ട് കാറ് വാങ്ങിക്കഴിഞ്ഞ് നമുക്ക് അച്ഛമ്മയെ നമുക്ക് ഡിക്കിക്കകത്തിരുത്താം. നീ എന്റെ മോള് തന്നെ. എന്തായാലും ഒരു സാഹിത്യകാരന്റെ ഭാര്യയായാലും മമ്മിക്ക് അഭിമാനിക്കാം. സ്വീകരണത്തിന് മുമ്പ് ഡാഡിക്ക് കിട്ടുന്ന ഇമ്പോർട്ടൻസ് മമ്മിക്കും കിട്ടും. ഹെയർ സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റാല്ലേ? വാ നീ മാറി. ഞങ്ങൾക്കുമേൽ അഴിമതിയുടെ അഴുക്കു വസ്ത്രങ്ങൾ പുതപ്പിച്ച് കൈ കഴുകി ശുദ്ധമാക്കുവാൻ ശ്രമിക്കുന്നവർ, നിങ്ങളുടെ വാർത്ത ഉദരങ്ങളുടെ ബന്ധനം ഏതെന്ന് ഞങ്ങൾക്കറിയാം. അയ്യോ എന്താ മോനെ, എന്തിനാ നീ കരയുന്നേ? എടാ എന്തിനാ കരയുന്നെന്ന്? ചേട്ടാ ഇതെന്തോ കാര്യം? പതിനെട്ടാമത്തെ വയസ്സിൽ കവിത എഴുതി തുടങ്ങിയാണോ ഞാൻ? ഇന്ന് വരെ അമ്മ എന്നെ ഒരു വരി പോലും വായിച്ചിട്ടില്ല. ഇന്ന് അമ്മ ഇരുന്ന് വായിക്കുന്നു. എന്നെ മമ്മിയും കവിത വായിക്കും. ഡാഡി പിന്നെയും കരയട്ടെ. ഞാൻ വായിക്കുന്നില്ല. വേണ്ട വേണ്ട എന്നാ അയ്യോ ഞാനൊന്നും കേൾക്കുന്നല്ലേ അർജുനേട്ടന്റെ ആത്മരോദനം. അല്ല കവിത ആത്മകവിത കേൾക്കുന്നതല്ലേ. എനിക്ക് വായിക്കട്ടെ, നിങ്ങൾ വായിച്ചോ. അമ്മ പിന്നെ അമ്മയ്ക്ക് കാറിന്റെ മുൻ സീറ്റ് ഇരിക്കുന്നതാണോ അതോ പിൻ സീറ്റ് ഇരിക്കുന്നതാണോ ഇഷ്ടം? എനിക്ക് കാറിന്റെ മുൻ സീറ്റിൽ ഇരിക്കുന്നത് തന്നെയാ ഇഷ്ടം. അത് കാറിന്റെ ഉടമസ്ഥര് മുൻ സീറ്റിൽ തന്നെ ഇരിക്കണമല്ലോ. ആണല്ലേ. അല്ല ഒന്ന് മാറിക്കേ. അല്ല ഈ അർജുനേട്ടന്റെ പേരിലാണല്ലോ ഇപ്പോ RC ബുക്ക്. ഈ RC ബുക്ക് അമ്മയുടെ പേരിലേക്ക് മാറ്റാൻ പറ്റുമോ? ചേടാ അതെങ്ങനെയാ? ഈ ഉപ്പും മുളകൊക്കെ മേടിക്കുന്ന പോലെ RC ബുക്ക് കടയിൽ കൊണ്ടുപോയി മാറ്റാൻ പറ്റുമോ? അതൊന്നും പറ്റത്തില്ല. പുതിയ കാറിനെ കിട്ടത്തുള്ളൂ. പുതിയ കാറിനെ കിട്ടത്തുള്ളൂ. ആണോ? പിന്നെ അമ്മയ്ക്കൊരു പുതിയ കാർ മേടിക്കാൻ മേലേ? അല്ല അർജുനേട്ടന് അവാർഡ് കിട്ടിയതിന്റെ സ്വീകരണത്തിനെ അതിനുവേണ്ടി നമ്മുടെ നാട്ടിലോട്ടൊക്കെ പോവല്ലേ. അപ്പൊ ഇത്തിരി ഗമയിലൊക്കെ പോണ്ടേ നമുക്ക്? മുൻസിറ്റി പോവാം നമുക്ക്. അത് ഈ കാറിൽ മുൻസിറ്റി പോവല്ലോ. നല്ല കാറാണ് ഇത്. ഇതിൽ പോയാ പോരായോ? അല്ല പുതിയ കാറിലിരുന്ന് പോകുമ്പോ അതിന്റെ ഗമയൊന്ന് വേറെയാ. ഒന്നുമല്ല, ഈ കാർ തന്നെ മതി. ഈ കാർ മതി. എന്തായാലും പുതിയ കാറ് വാങ്ങിച്ചിട്ട് ഇപ്പൊ സ്വീകരണത്തിനൊന്നും പോകണ്ട. എന്ത് വന്നാലും നിന്റെ കാര്യത്തിന് അടിയുണ്ടായിട്ടല്ലേ പിരിയത്തുള്ളൂ. അപ്പൊ അത് അങ്ങനെ തന്നെ മതി. നല്ല സമയത്താ നീ കയറി വന്നത്. വാ ഇരിക്കും. ഫുഡ് കഴിക്കായിരുന്നല്ലേ? ഓ എനിക്ക് ജന്മം തന്ന അമ്മയാണ് ഇപ്പൊ ജന്മനാട്ടിലോട്ട് വരുന്നില്ലെന്ന്. ഏത് സ്വീകരണം വായിക്കാൻ വരുന്നില്ലെന്നോ? വരുന്നില്ല. എന്തോ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ വഴക്കുണ്ടാക്കി എന്നാ ചെയ്യും? ഒന്നുമില്ലാതെ ഒരു മഹാകവിയുടെ വീടല്ലേ ഇത്? അല്ല അതിന്റെ ഒന്നും ഒരു ഓർമ്മ അവർക്കില്ലെന്നേ. അല്ല ഈ വഴക്കുണ്ടാക്കാൻ ഇന്നത്തെ കാരണം എന്തായിരുന്നു? എന്റെ പൊന്ന് കമലാസന, നമ്മള് സ്വീകരണത്തിനൊക്കെ പോവല്ലേ, ഇത്തിരി അന്തസ്സായിട്ട് പോകാൻ തരുന്നു. ഞാൻ പറഞ്ഞൊരു പുതിയ കാർ മേടിച്ചിട്ട് അതിൽ പോകാന്ന്. അതിനാ ഈ പൊല്ലാപ്പെല്ലാം ഉണ്ടാക്കി കയറിയങ്ങ് അതോട്ട് കയറി. സ്വീകരണം നാളെയല്ലേ? അവരിന്ന് അർജുൻ ചേട്ടനെ വിളിക്കത്തേ ഉള്ളൂ. ഇതിന്റെ ഇടയിൽ ഒരു കാർ വാങ്ങിക്കാന്ന് പറഞ്ഞാൽ കാറൊക്കെ മേടിക്കാൻ പറ്റും. കാശുണ്ടെങ്കിൽ കാർ വാങ്ങിക്കാം. ഇതെന്നായി പറയുന്നത്? എന്തേ? അതിന് ബുക്ക് ചെയ്യും കാശ് കൊടുക്കുക ചെയ്യണം, അന്നേരം കാർ കിട്ടത്തുള്ളൂ. അതിന് ബുക്ക് ചെയ്യൊന്നും വേണ്ട. നമ്മൾ കാറിന്റെ ഷോറൂമിൽ പോകുന്നു, നല്ലൊരു കാർ നോക്കി സെലക്ട് ചെയ്യുന്നു, പൈസ കൊടുക്കുന്നു, മേടിക്കുന്നു, പോരുന്നു, അത്രയല്ലേ ഉള്ളൂ. അതിന് അമ്പലപ്പറമ്പിൽ പോകണം. അവിടെ ചെറിയ ചെറിയ കടകൾ കാണും. അതിന്റെ അകത്ത് 10 രൂപ കൊടുത്തിട്ട് കാർ വാങ്ങിച്ചോണ്ട് വരാം. എന്നതായിരുന്നു ഇത്ര നല്ല കവിതയൊക്കെ എഴുതിയിട്ട് ഒരു വിവരമില്ലെന്ന് പറഞ്ഞ എന്നാ ചെയ്യും? ഇനി പറ്റിയ ഒരു ബെമ്പർ നോക്കി നമുക്ക് എങ്ങനെ മുഖത്തോട് മുഖം നോക്കിയിരിക്കുക. അത് തന്നെ. അങ്ങനെ പറയല്ലേ കമലാസന. നല്ല മീൻകറിയും കൂട്ടി ചോറ് തരാം. എന്തെങ്കിലും ഒരു ഐഡിയ പറ. അങ്ങനെയാണ് ഒരു ഐഡിയ ഉണ്ട്. ഇപ്പൊ ഏത് കൂടിയ കാറുകളും ഉണ്ടല്ലോ വാടകയ്ക്ക് കിട്ടും. അതിൽ നിന്നൊരു കാർ നമ്മൾ വാടകയ്ക്ക് എടുക്കുന്നു. ആ കാറിൽ എല്ലാവരും കൂടി സ്വീകരണത്തിന് അങ്ങ് പോകുന്നു. അവിടെ ചെന്നിറങ്ങുമ്പോ ആരെങ്കിലും ചോദിച്ചാൽ നമ്മുടെ കാറാണെന്ന് പറഞ്ഞാൽ പോരാ, പ്രശ്നം തീർന്നില്ലേ? അങ്ങനെയാണെങ്കിലേ BMW കിട്ടും. BMW ഒക്കെ കിട്ടും, വേണം സംഘടിപ്പിക്കാതെ. പക്ഷെ വാടക കൂടുതൽ അതിന്. ആദ്യം അച്ഛമ്മയെ കൊണ്ട് സമ്മതിപ്പിക്കണം, അല്ലെങ്കിൽ അച്ഛമ്മ പാര വെക്കും.
വാടകയ്ക്ക് കാർ എടുക്കാമെന്ന് പറഞ്ഞാലേ അമ്മ ഉടക്കും. മോശിച്ച് ഒരു കാര്യം ചെയ്യും, ചെന്ന് അമ്മ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നേ. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് ഇണങ്ങിക്കോളാം. നിങ്ങളൊക്കെ എന്റെ കൂടെ നിന്ന് തന്നാ മതി. പറ്റുമോ അതിന്? പറ്റും. ഉറപ്പാണോ? എന്റെ കാര്യത്തിൽ ഞാൻ ഉറപ്പ്. പോരെ, നിങ്ങളോട് നിൽക്കുക. ഓക്കെ. കമലാസനെ, ഞാൻ പ്രസംഗമൊന്നും പഠിച്ചിട്ടില്ല. അതിനൊക്കെ പേടിക്കുന്ന എന്തിനാ? സ്റ്റേജിൽ കയറി അതൊക്കെ താനേ വന്നോളൂ. ഒരു പിന്നെ ഇപ്പൊ അമ്മയെ അനുനയിപ്പിക്കാൻ വേണ്ടി നല്ലൊരു പ്രസംഗം ഇവിടെ കാഴ്ചവെക്കണം. അത് കലക്കണം. അമ്മ ഇനി വന്നേ പറയട്ടെ. ബഹളം വെക്കരുത്, ദേഷ്യപ്പെടുകയും ചെയ്യരുത്. ദേ അങ്ങോട്ട് ഇരുന്നോ. ഇരിക്കാം. ഇരുന്നോ. എന്താ കാര്യം? ഇത്രയും സാരി അമ്മ അതെ കൊടുത്തിരിക്കുന്നത്. അതെ അതെ, കുറച്ച് കാര്യങ്ങൾ പറയാനാ. അതെ, ദേഷ്യപ്പെടരുത്. നമ്മള് പോകത്തില്ലേ ആ സ്വീകരണത്തിന്? നാളെയാ പോകുന്നേ. നമ്മള് കാർ മേടിക്കൊന്നും വേണ്ട, നമ്മള് വാടകയ്ക്ക് കാർ എടുക്കും. ഇവിടുത്തെ കാറിൽ പോകാമെങ്കിൽ പോയാൽ മതി, ഇല്ലെങ്കിൽ ഇവിടുന്ന് ആരും സ്വീകരണത്തിന് പോകുന്നില്ല, ഞാനും പോകുന്നില്ല. അമ്മ അങ്ങനെ പറയരുത്. ഇവരെ ആരെയല്ല അവിടെ പ്രതീക്ഷിക്കുന്നത്, അമ്മയാണ് അവിടെ പ്രതീക്ഷിക്കുന്നത്. സ്റ്റേജിൽ അർജുനൻ ചേട്ടന്റെ കൂടെ അമ്മയും വേണം. പൂമാല ഇടുമ്പോൾ അടുത്ത് തോളത്തേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. തോളത്തോ? അല്ല, കഴുത്തലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ഇത് കാണുമ്പോൾ അവിടുത്തെ നാട്ടുകാർ പറയും, ഈ മഹാനെ പറ്റി അമ്മയല്ലേ ആ ഇരിക്കുന്നതെന്ന്. ഒന്ന് ഓർത്ത് നോക്കി ആ സമയം ഒന്ന് മനസ്സിൽ. അതെ, ഇദ്ദേഹത്തിന്റെ വളർച്ചയിൽ എനിക്കും പങ്കുണ്ട്. അങ്ങനെ ഒറ്റയ്ക്ക് ഇതാക്കണ്ട. ആരാണ്? ഒന്ന് ഓർത്ത് നോക്കി ആ സീനൊക്കെ ഒന്ന്. അതെ അതെ. അയ്യോ, അമ്മ ഇല്ലെങ്കിൽ എന്ത് അർജുനൻ? നാളെ തന്നെ ഈ ചടങ്ങ് വെച്ചത് എങ്ങനെയാണെന്ന് അറിയാമോ? സിനിമാ നടൻ മാമുക്കോയ നാളെ ഈ വേദിയിൽ പങ്കെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ്. മാമുക്കോയാണ് അർജുനന് മാലയിടുന്നത്. എനിക്കും അമ്മയ്ക്കും. അയ്യോ എനിക്കും. അവിടെ വേണം നിനക്ക്, വേണം പറ ബാധറുന്ന്. അപ്പൊ നിങ്ങൾക്ക് കുടുംബമായിട്ട് മാലയിടുന്നത് ഈ മാമുക്കോയ. ഓ, സന്തോഷമായില്ലേ? കേട്ടോ? നാളത്തെ കാര്യം ആലോചിക്കുമ്പോഴുണ്ടല്ലോ എനിക്ക് ഇപ്പോഴും ഒന്ന് രോമാഞ്ചം ഉണ്ടാകുക. അതിന്റെ ഒരു സാമ്പിൾ ഞാൻ വേണേ ഒന്ന് കാണിച്ചു തരാം. ഇതാ വേദി എന്ന് നമ്മൾ ആലോചിക്കാം. നിറച്ച് മഹാന്മാരെ വേദിയിൽ ഇരിക്കുന്നു, അതുകൂടെ ഓർക്കണം. അമ്മ ഒന്ന് വന്നു ഇങ്ങോട്ട്. അമ്മ വേദിയുടെ ഇതിവിടെയാണ്. അമ്മ ഇവിടെ. അങ്ങോട്ട് മാറിയില്ലേ? ഓ, ഞാൻ അറിഞ്ഞിട്ട് വരൂ, വേദിയിലേക്ക് കടന്നു വരൂ. അറിഞ്ഞേട്ടൻ ഇവിടെ ഇരിക്കുന്നു. ഈ രണ്ടുപേരെ നടുക്ക് ഞാനും ഇരിക്കുന്നു. നിന്റെ നടക്കി ഞങ്ങൾ കയറിയിരിക്കും. അയ്യോ, ഞാനല്ല അവിടെ ഇരിക്കുന്നത്, അവിടെ മാമുക്കയാണ് ഇരിക്കുന്നത്. ഞാൻ സാമ്പിൾ കാണിച്ചെന്നല്ലേ ഉള്ളൂ. അയ്യോ, അപ്പൊ ഞങ്ങൾ എവിടെ ഇരിക്കും? നിങ്ങൾ അവിടെ എങ്ങനെ നിന്നച്ചാ മതി. പാട്ട് ഓഡിയൻസ് ഇവരുടെ കൂടെ നിൽക്കുക, മക്കളുടെ കൂടെ തള്ള നിൽക്കണം. ഞാൻ എനിക്കിപ്പോ കൈയടിക്കുക, അത്രേ ഉള്ളൂ. നിങ്ങൾ അത് പറ്റത്തില്ല, എനിക്കും അവരുടെ കൂട്ടത്തിലിരിക്കണം. നീ ഇഞ്ഞു വാ, നീ ഇഞ്ഞു വാ, നീ ഇവിടെ ഇരി. നീ മാറാ അങ്ങോട്ട്. അല്ലെന്നേ ഞാൻ പറഞ്ഞു കേൾക്കാം അമ്മച്ചി. മാമുക്കായ നടുക്കിരിക്കണ്ടേ? നീ ഇഞ്ഞു വാ, മാമുക്കായ പിന്നെ ഇരുത്ത്. അന്നേരം ഞാൻ മാമുക്കായ അവിടെ കൊണ്ട് ഇരുത്തും. മാമുക്കായ നിന്റെ മടിയിലിരുത്ത്. ഞങ്ങൾ മൂന്നുപേരും കൂടെ അടുത്തിരിക്കും. മാമുക്കായ നീ എവിടെ ഇരുന്നിട്ട്? അത് ശരി, ഞങ്ങൾ നിറച്ചു ആൾക്കാരാണ്, ഒത്തിരി ആർട്ടിസ്റ്റുകളും. മാമുക്കായ പുറകിലിരുത്തിയാ മതി. എങ്ങനെയും ഇരി പറഞ്ഞാൽ മനസ്സിലാക്കാൻ ഞാൻ. ഇതിനിടയിൽ മാമുക്കോയ മായാവതി അമ്മ ഇരുന്ന് കുശലം പറയുകയാണ്. മാമുക്കോയ മായാവതി അമ്മയോട് ചോദിക്കുകയാണ്, എന്തൊക്കെയുണ്ട് മായാവതി അമ്മ നിങ്ങൾക്ക് വിശേഷങ്ങള്? ഇതിനെപ്പോലെയുള്ള ഒരു ശൈത്താന്റെ വളർച്ചയ്ക്ക് പിന്നിൽ നിങ്ങളുടെ കൈകളാണെന്ന് അറിഞ്ഞതിൽ നമുക്ക് പെരുത്ത് സന്തോഷമുണ്ട്. കുറുക്കിൻ കൈകൾ. ഇനി മോഹു ചേച്ചിയെയും അമ്മയെയും പുകഴ്ത്തി അർജുനൻ ചേട്ടൻ വേദിയിൽ ഒരു നല്ല പ്രസംഗം അങ്ങോട്ട് കാച്ചണം. അത് കേൾക്കുമ്പോണ്ടല്ലോ മാമുക്കോയുടെ കണ്ണ് നിറയണം. അതേ രീതിയിലുള്ള പ്രസംഗമായിരിക്കണം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഉദ്ഘാടകൻ മാമുക്കോയ, പ്രിയമുള്ള എൻ്റെ നാട്ടുകാരി, സഹോദരി സഹോദരന്മാരെ, അമ്മ പെങ്ങന്മാരെ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, എനിക്ക് ഈ കുഞ്ഞുങ്ങളോടാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. നിങ്ങളുടെ കുട്ടിക്കാലം ഇന്നിപ്പോൾ നിങ്ങൾക്ക് നല്ല വസ്ത്രങ്ങളുണ്ട്, കളിക്കാൻ കളിപ്പാട്ടങ്ങളുണ്ട്, സ്കൂളിൽ കൊണ്ടുപോകാൻ വർണ്ണക്കടലാസുകൾ പൊതിഞ്ഞുണ്ടാക്കിയ പാഠപുസ്തകങ്ങളുണ്ട്. ഇതൊന്നുമില്ലാതിരുന്ന ഒരു കുട്ടിക്കാലം എനിക്കുണ്ടായിരുന്നു. വള്ളിനക്കിട്ട് നടന്ന പൈപ്പ് വെള്ളം കുടിച്ചു വളർന്ന ഒരു കുട്ടിക്കാലം എനിക്കുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് പൈപ്പ് വെള്ളം കുടിക്കുന്നറിഞ്ഞ് എൻ്റെ നേരെ ചോറ്റുപാത്രം നീട്ടിത്തന്ന ഒരു കൊച്ചു കൂട്ടുകാരൻ എനിക്കുണ്ടായിരുന്നു. അമ്മ എനിക്ക് വാങ്ങിത്തന്ന കോലുമിഠായിയുടെ കോലുകൊണ്ട് കടപ്പുറത്ത് കവിത എഴുതിയാണ് ഞാൻ ആദ്യമായി കവിത എഴുതാൻ പഠിച്ചത്. അത് കണ്ടമ്മ എനിക്കൊരു ഒറ്റവരെ നോട്ട്ബുക്കും
പെൻസിൽ വാങ്ങിച്ചു തന്നു കവിത എഴുതി പഠിക്കാൻ. എനിക്ക് സംസാരിക്കാൻ വാക്കുകൾ കിട്ടുന്നില്ല. ഒരു മിനിറ്റ്. ഹലോ, അതെ അതെ അതെ, അർജുൻ തന്നെ. നാളെ കൃത്യസമയത്ത് തന്നെ എത്തിക്കോളാം. ഓക്കെ. കമ്മിറ്റിക്കാരാ, നാളെ കൃത്യസമയത്ത് എത്തണേന്ന്. ഹലോ, അതെ അതെ, അർജുൻ തന്നെ. പറഞ്ഞോ. എന്താ മാമുക്കാണോ വിളിച്ചേ? പിന്നെ ആരും വരത്തില്ലേ? ഞങ്ങളുടെ യൂണിയൻ നേതാവാ വിളിച്ചത്, ചെല്ലപ്പൻ. ഞാൻ എഴുതിയ പെരിച്ചാഴികൾ എന്ന കവിതാ സമാഹാരം ഉണ്ടല്ലോ, അത് ഉദ്യോഗസ്ഥന്മാർക്കെതിരാണല്ലോ. അതിന് അവരെല്ലാം കൂടെ ഇളകിയിരിക്കുക. ഞാൻ വെളിയിലോട്ട് ഇറങ്ങി എന്നെ തല്ലിക്കൊല്ലുമെന്ന്. അയ്യോ, അപ്പൊ നാളെ എങ്ങനെ സ്വീകരണത്തിന് പോകും? മാമക്കോയ നമ്മളെ കാത്തിരിക്കത്തില്ലയോ? അല്ല, യൂണിയൻകാര് താണ്ട നമ്മുടെ ഗേറ്റിന് ഇവിടെ കാത്തു നിൽക്കുകയാന്ന്. അപ്പൊ പോകാതിരുന്നാൽ അവിടെ കമ്മിറ്റിക്കാർ തല്ലും, പോയാൽ ഈ യൂണിയൻകാർ തല്ലും. എന്തായാലും തല്ലുറപ്പാ. എല്ലാവരും എന്തായാലും സ്വീകരണം വാങ്ങിക്കാൻ പോകണം. പിന്നൊരു കാര്യം, മരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. എന്ന് കരുതി സ്വീകരണത്തിന് പോകാതിരിക്കരുത്. ഞാൻ ടൗണിൽ കാണും. അങ്ങോട്ട് പോയ അമ്മമാരിരിക്കും. അല്ല, ഞാൻ ഇതിലെ ഓടിപ്പൊക്കോളാം. ഇത് ഞങ്ങൾ പൊക്കോളാം. നിങ്ങൾ മരിക്കാനുണ്ട്, അങ്ങോട്ട് പൊക്കോ. കമ്മിറ്റിക്കാരായിരിക്കും. എല്ലാവരുടെ അങ്ങോട്ടാ? ഇന്നലെ നിന്റെ സ്വീകരണം, അതിന് പോവാ. അല്ല, ഞാൻ പുറത്തോട്ട് ഇറങ്ങിയാലേ യൂണിയൻകാരനെ തല്ലിക്കൊല്ലും. അതിന് അർജുനേട്ടൻ വരുന്നില്ലല്ലോ. ഞങ്ങൾ എല്ലാരും കൂടെ പോയി അർജുനേട്ടന് വേണ്ടിയിട്ട് ആ സ്വീകരണം സ്വീകരിക്കും. മാമക്കോയ ഞങ്ങൾക്ക് അതെ, അതായത് നിനക്ക് വേണ്ടി ഞങ്ങൾ പോയി വാങ്ങിക്കും. അല്ല, എനിക്കല്ലോ അവാർഡ് കിട്ടി, അപ്പൊ ഞാൻ പോയി വാങ്ങിക്കട്ടെ? അതെ, നിനക്ക് അവാർഡ് കിട്ടിയത് നിനക്ക് വരാൻ പറ്റത്തില്ല, പനി പിടിച്ച് കിടക്കുവാന്നും പറഞ്ഞ് ഞങ്ങൾ മൈക്കിൽ കൂടെ അങ്ങോട്ട് അനൗൺസ് ചെയ്യും. എന്നിട്ട് ആ സാധനം ഞങ്ങൾ വാങ്ങിക്കും. അതെ, എന്റെ അർജുനേട്ടൻ മരിച്ചുപോയ മഹാകവികളുടെ അവാർഡും മൊമെന്റും ഒക്കെ ജീവിച്ചിരിക്കുന്ന അവരുടെ ഭാര്യയും അമ്മയൊക്കെയാണ് വാങ്ങിച്ചിരിക്കുന്നത്. അല്ല, ഞാനൊരു ഉദാഹരണം പറഞ്ഞത്. അത്രേ ഉള്ളൂ, ഉദാഹരണമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അതെ, സമയം വൈകി മമ്മി, നമുക്ക് ഇപ്പൊ തന്നെ പോവാം. അതെ അതെ, വാടകയ്ക്കെടുത്ത് BMW ആയിട്ട് നമ്മുടെ കമലാസന ടൗണിൽ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ആണില്ലേ? വാ, നമുക്ക് വേഗം പോവാം. പോട്ടെ ഡാഡി. അതെ, ടാറ്റാ. നിന്റെ മനസ്സിൽ ഞങ്ങളോടൊപ്പം ഉണ്ടാവണം, ഞങ്ങളെ അനുഗ്രഹിക്കണം കേട്ടോ. ഓടി വാ, വാ. പെരിച്ചാഴികളെ അലമാരയുടെ ആമാശയത്തിൽ കൈകടത്തി അതിരില്ല ആശയുടെ വേരുകൾ തേടുന്നവരെ, കരണ്ടു നടക്കും ഫയൽ, കരണ്ടു നടക്കും പെരിച്ചാഴികളെ, നിങ്ങൾ വന്നെന്നെ വിഴുങ്ങൂ, നിങ്ങൾ വന്നെന്നെ വിഴുങ്ങൂ.